എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ്. യൂണിറ്റ് 6 പുതിയ സംഖ്യകൾ, ന്യൂ നമ്പേഴ്സ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തുടർച്ച 9ാം ക്ലാസ്സിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ന്യൂ നമ്പേഴ്സിൻ്റെ തുടക്കമാണ് 8ാം ക്ലാസ്സിൽ. അപ്പോൾ എന്താണ് ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പം നമ്മൾ പത്രങ്ങളിലും ടെലിവിഷനിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്താണ്? ചില രാജ്യങ്ങളിലെ താപനിലകൾ തണുപ്പ് കാലത്ത് ഒരു നെഗറ്റീവ് ചിഹ്നം, ഒരു മൈനസ് ചിഹ്നം കൊടുത്ത് കാണിക്കുന്നത് കാണാം. -1 ഡിഗ്രി സെൽഷ്യസ് എന്ന്, -2 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പം 0 ഡിഗ്രിയിൽ വെള്ളം ഐസായി മാറും. വെള്ളം ഐസായി മാറുന്നത് 0 ഡിഗ്രിയിൽ. പിന്നെ -1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൂജ്യത്തിനേക്കാൾ കുറവ്. അപ്പം നമ്മളൊരു സംഖ്യാരേഖയിൽ 0 കഴിഞ്ഞ് വലത്തോട്ടെല്ലാം പോസിറ്റീവും ഇടത്തോട്ടെല്ലാം നെഗറ്റീവാണ്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും ഇതിൻ്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വലത്തോട്ട് പോകും തോറും വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പൂജ്യത്തിനേക്കാൾ കുറവാണ് -1, -1 കുറവാണ് -2, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലേ? വലത്തോട്ട് പോകുമ്പോൾ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മൈനസ് സംഖ്യകളെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, ന്യൂനചിഹ്നം ഇടുന്ന സംഖ്യകൾ. അപ്പം നമുക്ക് ന്യൂനചിഹ്നമുള്ള സംഖ്യകളെല്ലാം 0ത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ 2ൽ നിന്ന് 2 കുറച്ചാൽ നമുക്കറിയാം എത്ര? 0. 5ൽ നിന്ന് 5 കുറച്ചാൽ 0. 5ൽ നിന്ന് 7 കുറയ്ക്കാൻ പറഞ്ഞാലോ? 7ൽ നിന്ന് നമുക്ക് 5 കുറയ്ക്കാൻ അറിയാമല്ലേ? നമുക്ക് പോസിറ്റീവ് സംഖ്യകളെ കുറിച്ചൊക്കെ അറിയാം. 7ൽ നിന്ന് 5 കുറച്ചാൽ 2 അറിയാം. 5ൽ നിന്ന് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2ന് ഒരേ ഉത്തരം എങ്ങനെയാ വരിക? 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 2. അപ്പോൾ 5ൽ നിന്ന് 7 കുറച്ചാൽ 2 തന്നെയാണോ? ഈ 2നേക്കാൾ അതിൻ്റെ വില കുറവായിരിക്കും. അതായത് നെഗറ്റീവ് സൈഡ് പോവും. അതായത് ന്യൂനചിഹ്നം ഇടണം. 5ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ -2 കിട്ടുന്നത്. അതിൻ്റെ വില 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോഴും 5ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ ഒരേ ഉത്തരം കിട്ടുമോ? ഇല്ല. ചെറിയ സംഖ്യയിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോഴും വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോഴും നമുക്ക് 2 വ്യത്യസ്ത ഉത്തരങ്ങളാണ് കിട്ടുന്നത്. 7ൽ നിന്ന് 5 കുറയ്ക്കാൻ നമുക്കറിയാം. എന്താണ്? പോസിറ്റീവ് സംഖ്യയാണ്. 7ഉം 5ഉം പോസിറ്റീവ്. അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. എങ്കിൽ 5ൽ നിന്ന് 7 കുറയ്ക്കാൻ ആകെ 5 ഉള്ളൂ, പക്ഷെ 7 കുറയ്ക്കാൻ പറയും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് സാധ്യമാവുക? അത് നെഗറ്റീവ് സൈഡാണ് വരുന്നത്. എന്താണ്? നെഗറ്റീവ് സൈഡാണ് വരുന്നത്. ഞാനിത് നമ്പർ ലൈനിലൂടെ കാണിച്ചു തരാം. 5 - 7. 5ൽ നിന്ന് 7 കുറയ്ക്കുക. 5 ഉള്ളൂ നമുക്ക്. 5ൽ നിന്ന് പക്ഷെ 7 കുറയ്ക്കണം. അപ്പം ഞാൻ 5ൽ ഞാൻ ചെന്ന് നിൽക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് 7 കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് ചിഹ്നം എങ്ങനെ വരിക എന്ന് പലർക്ക് സംശയം വരും അല്ലേ? 7ൽ നിന്ന് 5 കുറച്ചാൽ 2 അറിയാം. 5ൽ നിന്ന് 7 കുറച്ചാൽ എങ്ങനെയാണ് -2 ഉണ്ടാകുക? 5ൽ ചെന്ന് നിന്നിട്ട് ഞാൻ -7, ഇവിടെ കുറയ്ക്കുകയാണ്. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇടത്തോട്ട് പോവുക, കൂട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ വലത്തോട്ട് പോവുക. അപ്പം ഈ 5ൽ ചെന്നിട്ട് ഞാൻ 7 യൂണിറ്റ് ഇങ്ങോട്ട് പോകുന്നു, ഇടത്തോട്ട് പോകുന്നു. 5ൽ ചെന്നിട്ട് ഞാൻ 7 യൂണിറ്റ് ഇടത്തോട്ട് പോകുന്നു. ഞാൻ വലത്തോട്ടല്ല, പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയേനെ. ഇത് നെഗറ്റീവാണ്, -ആണ് ഇവിടെ കിടക്കുക. അതുകൊണ്ട് ഞാൻ 5ൽ ചെന്നിട്ട് 7 യൂണിറ്റ് ഇടത്തോട്ട് പോകുന്നു. അപ്പോൾ 1 2 3 4 5 6 7. ഞാൻ എവിടെ എത്തി? -2 കണ്ടോ? അങ്ങനെയാണ് എനിക്ക് 5 - 7 -2 കിട്ടിയത്. മനസ്സിലായോ? 5ൽ നിന്ന് 7 കുറച്ചപ്പോൾ -2 കിട്ടിയത് ഇങ്ങനെയാണ്. ഇനി മറ്റേതായിരുന്നെങ്കിലോ? 7 - 5, ഇവിടെയും മൈനസാണ്. അപ്പം ഞാൻ 7ൽ വരും. 7ൽ വന്നിട്ട് 5 യൂണിറ്റ് ഇടത്തോട്ട് പോകാൻ പറയും. 5 യൂണിറ്റ് ഇടത്തോട്ട് പോകാം. മൈനസ് ചിഹ്നം വരുമ്പോൾ ഇടത്തോട്ടും, പ്ലസ് വരുമ്പോൾ വലത്തോട്ടും പോകണം. 1 2 3 4 5. ഞാനിവിടെ എത്തി 2-ലെത്തി. ഉണ്ടോ? 7-ൽ നിന്ന് 5 പോയാൽ 2.
അപ്പം സംഖ്യാരേഖ വരച്ച് നമുക്ക് ഇതെല്ലാം അടയാളപ്പെടുത്താൻ കഴിയും. പക്ഷേ സംഖ്യാരേഖ ഇല്ലാതെ നമുക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് നിയമമാണ് ഇവിടെ വരിക? 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ സാധാരണ കുറയ്ക്കുക. പക്ഷെ 5ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് ചിഹ്നം എങ്ങനെയാണ് വരിക? നമ്മൾ എന്താ ചെയ്യുക? സാധാരണ കുറയ്ക്കുന്നത് പോലെ കുറയ്ക്കുക, കുറച്ചിട്ട് ഒരു നെഗറ്റീവ് ചിഹ്നം കൂടി കൊടുക്കുക. എന്തുകൊണ്ടാണ്? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. ഇതാണ് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. നമ്മളിപ്പം പറഞ്ഞ തത്വം എഴുതാം. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? അതിസംഖ്യകളിൽ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ, ഇത് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ ഇവിടെ കുറയ്ക്കുന്നതിൻ്റെ ചിഹ്നമാണ്. അതിസംഖ്യകളിൽ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുന്നത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതിൻ്റെ ന്യൂനമാണ്. അത് നമുക്കങ്ങ് എഴുതാം. അതിസംഖ്യകളിൽ, അതിസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സംഖ്യകൾ. അതിസംഖ്യകളിൽ ചെറുതിൽ നിന്ന് ആണ് ഇത്. ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ കിട്ടുന്നത് എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ കിട്ടുന്നതിൻ്റെ ന്യൂനമാണ്. ചെറുത് കുറച്ചാൽ കിട്ടുന്നതിൻ്റെ ന്യൂനമാണ്. മനസ്സിലായോ? അപ്പം ചുരുക്കത്തിൽ എന്താ പറയാ? നമുക്ക് സാധാരണ കുറയ്ക്കുന്ന പോലെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, കുറച്ചിട്ട് ഒരു നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. ഓക്കെ, ബീജഗണിതം ഉപയോഗിച്ചു എഴുതാം. XY എന്ന ഏതെങ്കിലും രണ്ട് അതിസംഖ്യകളിൽ x ലെസ് ദാൻ y, അതായത് x ചെറുതാണ്, y-യേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് എഴുതാം? x മൈനസ് y എന്ന് പറയുന്നത് വലുതിൽ നിന്ന് കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കാന്ന് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇതിന് തുല്യമാണ്. x മൈനസ് y സമം മൈനസ് ഓഫ് y മൈനസ് എക്സ്. ഇത് നമുക്ക് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്, അത് ചെയ്യാം. പേജ് 98. പേജ് 98 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ചോദ്യം 4 മൈനസ് 9. 4 മൈനസ് 9 എങ്ങനെയാ ചെയ്യുന്നത്? സാധാരണ കുറയ്ക്കുക, എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 9 4 പോയാൽ 5, അപ്പം മൈനസ് 5. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 14 മൈനസ് 29. ഇത് വേണം. സാധാരണ കുറയ്ക്കുന്ന കണക്ക് കുറയ്ക്കുക, നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 29 14 പോയാൽ എത്ര? 15 മൈനസ് 15. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നും എഴുതാനില്ല. 5 മൈനസ് 10 മൈനസ് ഓഫ് 10 മൈനസ് 5. 10 5 പോയാൽ 5 മൈനസ് 5. നാലാമത്തെ ചോദ്യം 25 മൈനസ് 65.
മൈനസ് 65 25 കുറയ്ക്കുക. 65 25 കുറച്ചാൽ എത്ര വരും? 40 വരും അല്ലേ? 25 കുറയ്ക്കുമ്പോൾ 40 വരും. പിന്നെ ഒരു നെഗറ്റീവ് ചിഹ്നം കൊടുക്കുമ്പോൾ മൈനസ് 40. ഇനി അഞ്ചാമത്തെ ചോദ്യം, 1/2 മൈനസ് 3/4. അപ്പോൾ ഇവിടെ ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ 2, ഇവിടെ 4. രണ്ടിനെയും കൂടെ 4 ആക്കിയാൽ പോരെ? മുകളിലും താഴെ 2 ഉണ്ടെന്ന് ഗുണിച്ചാൽ മതി. 1 × 2/2 × 2 മൈനസ് 3/4. അപ്പോൾ എത്ര? 1 2 2 2/4 മൈനസ് 3/4. അപ്പോൾ സാധാരണ കുറയ്ക്കുന്ന കണക്ക് കുറയ്ക്കുക, എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 3/4 നിന്ന് 2/4 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 3 - 2 1. 1/4 കിട്ടും. അതിന് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുമ്പോൾ മൈനസ് 1/4 എന്ന് കിട്ടും. മൈനസ് 1/4 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ചോദ്യം കൂടെ ഉണ്ട്. 1/3 മൈനസ് 1/2. ഇവിടെ എഴുതാം. ആറാമത്തെ ചോദ്യം 1/3 മൈനസ് 1/2. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ 1 × 2 1 × 2 മൈനസ് 1 × 3 1 × 3 ബൈ പിന്നെ ഡിനോമിനേറ്റർ രണ്ടും ഗുണിക്കുക. 3 × 2 അല്ലെങ്കിൽ 2-ന്റെ 2-ന്റെ എൽസിയമായ 6 ആക്കണം. ഇവിടെ ആദ്യത്തെ 1/3 മുകളിലും താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തേന് മുകളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയും ചെയ്യാം. 1 2 2 മൈനസ് 1 3 3 ബൈ 3 2 6. അപ്പോൾ 2 ൽ നിന്ന് 3 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് 3 - 2/6. 3 ൽ നിന്ന് 2 കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടുക. അപ്പോൾ എത്ര കിട്ടും? മൈനസ് 1/6 എന്ന് കിട്ടും. 3 ൽ നിന്ന് 2 പോയാൽ 1 1/6 പിന്നെ നെഗറ്റീവ് ചിഹ്നം കൂടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ മൈനസ് 1/6. അപ്പോൾ പേജ് 98 ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. കൂട്ടലും കുറയ്ക്കലുമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. കൂട്ടലും കുറയ്ക്കലും. ഇവിടെ നോക്കിക്കേ, കുറച്ച് ചോദ്യങ്ങൾ എഴുതിയിടണം. -2 + 2. -2 + 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യകളുടെ വില ഒന്ന് തന്നെ, പക്ഷേ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അപ്പം -2 2 കൂട്ടണമെന്ന് പറയുന്നു. -2 2 കൂട്ടണം. അപ്പോൾ 2 ൽ നിന്ന് 2 കുറച്ചാലോ 0. അപ്പോൾ 2 ൽ നിന്ന് 2 കുറയ്ക്കുന്ന 0. അപ്പോൾ -2 ഇതാണ്. -2 2 കൂട്ടുന്നതും 0 തന്നെ. എന്താണ്? ഒരേ സംഖ്യയുടെ എതിർചിഹ്നങ്ങൾ വരുമ്പോൾ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും അല്ലേ? ഇവിടെ -5 5 കൂട്ടുക, അത് 0. 5 ൽ നിന്ന് 5 കുറച്ചാലും 0. -4 6 കൂട്ടുക, അതായത് ഇവിടെ കൂട്ടലാണ്. അപ്പോൾ -4 6 കൂട്ടുക. 6 ൽ 4 കുറച്ചാൽ എത്ര? 2. അത് തന്നെ 6 ൽ നിന്ന് 4 കുറച്ചാൽ 2. ഇവിടെ -4 + 6 അത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇതാണ്ട് +6 +6 -4 -4. അപ്പം 6 ൽ നിന്ന് 4 കുറയ്ക്കുന്നതും -4 6 കൂട്ടുന്നതും തുല്യമാണ്. ഇവിടെ നോക്കിക്കേ, 3 ൽ നിന്ന് 3.5 കുറയ്ക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചെന്താണ്? കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടുമ്പോൾ -1/2. ഈ 3 ൽ നിന്ന് 3.5 കുറയ്ക്കുന്നതും -3.5 3 കൂട്ടുന്നതും ഒന്ന് തന്നെയല്ലേ? നോക്കിയോ, ഇവിടെ എന്താണ്? കൂട്ടുകയാണ്. ഇവിടുത്തെ ചിഹ്നം കൂട്ടുകയാണ്.
അപ്പം ഇവിടെ പോസിറ്റീവും നെഗറ്റീവും. അപ്പം നമുക്ക് എന്താ കിട്ടുക? -6 തന്നെ കിട്ടും. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഈ എക്സാമ്പിളെല്ലാം ഒന്നുകൂടെ നോക്കാം. അപ്പം ഇവിടെ കൂട്ടുക, ഒരേ സംഖ്യയുടെ എതിർ ചിഹ്നങ്ങൾ കൂട്ടുമ്പോൾ കുറച്ചിട്ട് എന്താണോ ഉത്തരം അതാണ്. അപ്പം ഒരേ ചിഹ്നങ്ങൾ ഒരേ സംഖ്യയാണ്, എതിർ ചിഹ്നങ്ങൾ ഒരേ സംഖ്യയാകുമ്പോൾ 0 തന്നെ കിട്ടും. 2ൽ നിന്ന് 2 കുറച്ചാലും 0. അതായത് 2ൽ നിന്ന് 2 കുറയ്ക്കുന്നതും 2നോട് -2 കൂട്ടുന്നത് ഒന്ന് തന്നെയാണ്. 2നോട് ഉണ്ട് 0, 1, 2, -1, -2. അപ്പോൾ -2 വന്നിട്ട് +2 പോകാൻ, പ്ലസ് എന്നോ വലത്തോട്ട് പോകാനാണ് പറയുന്നത്. കണ്ട 1, 2 ഞാൻ എവിടെ എത്തി? 0-ലെത്തി. കണ്ടോ? എനിക്ക് ആൻസർ 0 കിട്ടി. പിന്നെ രണ്ടാമത്തത് 0, 1, 2, -1, -2. ഞാൻ എവിടെ വന്നു? 2ൽ വന്നു. 2ൽ വന്നിട്ട് ഇടത്തോട്ട് 2 യൂണിറ്റ് പോകാനാണ് പറയുന്നത്. ഞാൻ +2ലാണ് വന്നത്. കണ്ടേ? +2ൽ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ മൈനസാണ്, കുറയ്ക്കുന്ന ചിഹ്നമാണ്. കുറയ്ക്കുന്ന ചിഹ്നം പ്ലസ് വരുമ്പോൾ വലത്തോട്ട് പോവും, മൈനസ് വരുമ്പോൾ ഇടത്തോട്ട്. അപ്പോൾ 2 യൂണിറ്റ് ഞാൻ ഇടത്തോട്ട് പോയി. 1, 2 ഞാൻ എവിടെ എത്തി? 0-ലെത്തി. കണ്ടോ? 2 1 തന്നെയാണ്. അപ്പോൾ -2നോട് 2 കൂട്ടുന്നതും 2ൽ നിന്ന് -2 കുറയ്ക്കുന്നതും ഒരേ സംഖ്യയാണ്, ഒരേ ഉത്തരമാണ് കിട്ടുന്നത്. രണ്ടും ഒരേ റിസൾട്ടാണ്, ഒരേ ഫലമാണ് തരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബാക്കിയുള്ള ചോദ്യങ്ങളും. മനസ്സിലായോ? ഒരെണ്ണം ഞാൻ സംഖ്യാരേഖ വരച്ച് കാണിച്ചു. പ്ലസ് വരുമ്പോൾ വലത്തോട്ട് പോകുന്ന 2 യൂണിറ്റ്, മൈനസ് വരുമ്പോൾ ഇടത്തോട്ട് പോകുന്ന 2 യൂണിറ്റ്. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ എളുപ്പമാണ് സംഖ്യാരേഖ വഴി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു അതിസംഖ്യയുടെ ന്യൂനത്തിനോട് ഒരു അതിസംഖ്യ കൂട്ടുക. ഒരു അതിസംഖ്യ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സംഖ്യയുടെ ന്യൂനത്തിനോട് അതിസംഖ്യ കൂട്ടുക എന്നതിൻ്റെ അർത്ഥം രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുക എന്നാണ്. രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുക. അതായത് 2, 2 മൈനസ് ആദ്യത്തെ കുറയ്ക്കുന്നത് 2 - 2. മനസ്സിലായി? നമുക്ക് ബീജഗണിത രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എക്സും വൈയും അതിസംഖ്യയുടെ ന്യൂനത്തിനോട് അതിസംഖ്യ കൂട്ടിയാൽ എന്താണ്? ചെറുതിൽ നിന്ന്, അതായത് രണ്ടാമത്തിൽ നിന്ന് ആദ്യത്തത് കുറയ്ക്കുന്നതിന് തുല്യമാണ്. എന്താ? ഒരു അതിസംഖ്യയുടെ ന്യൂനത്തിനോട് അതിസംഖ്യ കൂട്ടുകയാണെങ്കിൽ രണ്ടാമത്തിൽ നിന്ന് ആദ്യത്തെ കുറയ്ക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പേജ് 99 ചോദ്യങ്ങൾ. ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. -4 + 9. അപ്പോൾ രണ്ടാമത്തേന്ന് ആദ്യത്തെ കുറയ്ക്കുന്നതിന് തുല്യമാണ്. 9ൽ 4 കുറച്ചാൽ എത്ര കിട്ടും? 5. രണ്ടാമത്തെ ചോദ്യം -9 + 4. എന്താണ്? -9 + 4. 4ൽ നിന്ന് 9 കുറയ്ക്കുക. 4 - 9. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച രീതി വരും അല്ലേ? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 9ൽ നിന്ന് 4 പോയാൽ 5 നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക, -5. മൂന്നാമത്തെ ചോദ്യം -15 + 8 സമം 8ൽ നിന്ന് 15 കുറയ്ക്കുക. 8 - 15. അപ്പോൾ എന്താ ചെയ്യുക? നേരത്തെ ചെയ്ത കണക്ക് തന്നെ. സാധാരണ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 15ൽ നിന്ന് 8 പോയാൽ 7 -7. നാലാമത്തെ ചോദ്യം -8 + 15. അപ്പോൾ എങ്ങനെ എഴുതാം? 15 - 8.
15 8 പോയാൽ 7. അഞ്ചാമത്തെ ചോദ്യം, -1/2 പ്ലസ് 3/4. ഡിനോമിനേറ്റർ നോക്കിയാൽ 2 4 2 കൊണ്ട് മുകളിലും താഴെയും ആദ്യത്തെ ഭിന്നസംഖ്യയെ ഗുണിക്കുക, എന്നിട്ട് തുല്യമാക്കുക. 2 പ്ലസ് 3/4 എത്ര വരും? -2/4 പ്ലസ് 3/4 എത്ര വരും? 4. -2 പ്ലസ് 3, 3-ന്ന് 2 പോയാൽ 1, 1/4 കിട്ടും. ഇനി അടുത്ത ചോദ്യം ആറാമത്തത്, -3/4 ഇവിടെ എഴുതാം, പ്ലസ് 1/2 ഇതുപോലെ തന്നെ അല്ലേ? -3/4 പ്ലസ് ഇതിനെ 1 × 2/2 × 2 -3/4 പ്ലസ് 2/4 എന്താ? 2 - 3 അല്ലേ? അപ്പം എന്താ ചെയ്യേണ്ടത്? സാധാരണ ചെയ്ത കണക്ക് നമ്മളിവിടെ എന്താ ചെയ്തത്? കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം, -1/4. അപ്പോൾ -1/4 കിട്ടി. അപ്പോൾ ഈ എക്സസൈസിലെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. വീണ്ടും കുറയ്ക്കാം. ഇവിടെ നോക്കിക്കേ, ആദ്യസംഖ്യയുടെ ന്യൂനത്തിൽ നിന്ന് ആദ്യസംഖ്യ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവയുടെ തുകയുടെ ന്യൂനം കിട്ടും. 2 1 3 -3 കിട്ടും. ഇവിടെ എന്താ കിട്ടും? -5 കിട്ടും. ഇവിടെ എന്താ കിട്ടും? -8 കിട്ടും. ഇവിടെ എന്താ കിട്ടും? -12 കിട്ടും. അതായത് ഇവിടെ നമുക്ക് എന്താണ്? അതിസംഖ്യയുടെ ന്യൂനം. 2 1 പോസിറ്റീവ് അതിസംഖ്യകളാണ്. അപ്പോൾ അതിസംഖ്യയുടെ ന്യൂനത്തിൽ നിന്ന് ഒരു അതിസംഖ്യ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇവയുടെ തുകയുടെ ന്യൂനമായിരിക്കും. എന്തായിരിക്കും? തുകയുടെ ന്യൂനമായിരിക്കും. നെഗറ്റീവ് ചിഹ്നം കൊടുത്തിരിക്കുന്നത് നോക്കേ, 2 1 3 നെഗറ്റീവ് ചിഹ്നം, -3, 3 2 5 -5, 5 3 8 -8, 7 5 7 12 -12. പേജ് 100 ചോദ്യങ്ങളാണ്. ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. -3 -1 രണ്ടും കൂടെ കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 3 1 4 -4. ഇനി രണ്ടാമത്തെ ചോദ്യം, -9 പ്ലസ് 4. അപ്പോൾ ഇതെന്താണ്? 4 -9 അല്ലേ? 4 -9 എന്ന് പറയുമ്പോൾ കുറച്ചിട്ട്, സാധാരണ കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. 9 4 പോയാൽ 5 -5. ഇനി മൂന്നാമത്തെ ചോദ്യം, -10 -4. ഇതാണ് കണ്ടത്, കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം. 10 4 14 -14. നാലാമത്തെ ചോദ്യം, -7 -8 കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 7 8 15 -15. ഇനി അഞ്ചാമത്തെ ചോദ്യം, -1 -1 ഇതാണ്, കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. -2. ഇനി 6. ഇതിനൊന്നും വലിയ സ്റ്റെപ്പൊന്നുമില്ല. -10 പ്ലസ് 20 എന്താണ്? 20-ന്ന് 10 കുറയ്ക്കണം. 20 - 10 = 10. അപ്പം നമ്മൾ ഇനി ഏഴാമത്തെ ചോദ്യം, -8 -12 8 - 12 കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക.
12 നിന്ന് 8 കുറയ്ക്കുക. എത്ര വരും? 4 മൈനസ് 4. അതായത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ. എല്ലാ നിയമങ്ങളും ഓർത്തിരിക്കണം കേട്ടോ. 8ാമത്തത് 1.5 മൈനസ് 7.5. 1.5 മൈനസ് 7.5. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുന്നു. അപ്പോൾ 7.5 1.5 കുറച്ചാൽ എത്ര? 1/2 പോവും. അപ്പോൾ 7 നിന്ന് പോയാൽ 6. അപ്പം നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 6. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം. -25 മൈനസ് 3.5. രണ്ടും നെഗറ്റീവാണ് അല്ലേ? അപ്പം കൂട്ടിയിട്ട് അപ്പുറത്തോട്ട് എഴുതാം. 9ാമത്തത് -25 മൈനസ് 3.5. രണ്ടും നെഗറ്റീവാണ്. അപ്പം കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. അപ്പോൾ 25 3.5 28.5 മൈനസ് 28.5. ഇനി 10ാമത്തത് 1/2 മൈനസ് 1/2 മൈനസ് 1/4. 1/2 1/4 മുക്കാൽ അല്ലേ? നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത കണക്ക് ചെയ്യാം. അപ്പോൾ എത്ര വരും? 2/4 മൈനസ് 1/4. രണ്ടും നെഗറ്റീവാണ്. അപ്പം കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. മൈനസ് 2/4 പ്ലസ് 1/4 മൈനസ് 3/4. ഇനി 11. ഇനി 11ാമത്തെ ചോദ്യം. -2.5 മൈനസ് 1.5. -2.5 മൈനസ് 1.5. ഒക്കെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. 2.5 1.5 2 1 3 1 4. അപ്പം മൈനസ് രണ്ടും കൂടെ കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? -4. അടുത്തത് 12ാമത്തത് -3.5 പ്ലസ് 3.5 ഉണ്ടാ. അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? 3.5 തന്നെ രണ്ടും. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. 0 കിട്ടും. ഇത് കിട്ടും 0 കിട്ടും. അപ്പോൾ ഈ എക്സസൈസിൽ എല്ലാ ക്വസ്റ്റ്യൻസും തീർന്നു. ഈ ലെസൺ തന്നെ തീർന്നിരിക്കുകയാണ്. വളരെ ചെറിയ ലെസണാണ്. ഇതിൻ്റെ അകത്തുള്ള പ്ലസും മൈനസും ഒന്നും തെറ്റിപ്പോരുത്. നിയമങ്ങളെല്ലാം, അതായത് ഈ പഠിച്ച നിയമങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ലെസണുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.